നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 9-ാം തീയതി 1201 ആണ്ട് മകരമാസം 26-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് വിശാഖം നക്ഷത്രമാണ്. തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ്. ശത്രുക്കളില്ലാത്ത ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ, അത് ചന്ദ്രനാണ്. ചന്ദ്രന് ശത്രുക്കളില്ല. അപ്പോൾ ശത്രുഗ്രഹം ഇല്ലാത്ത ഒരു ഗ്രഹമായ ചന്ദ്രൻ്റെ ദിവസം അന്ന് വിശാഖം നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. വിശാഖ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രവും ശുഭദിനവും, അപ്പോൾ തിങ്കളാഴ്ചയും വിശാഖ നക്ഷത്രമായിട്ട് വന്നിരിക്കുന്ന ദിവസമാണ്. ഏറ്റവും സൗഖ്യപ്രദമായ ദിവസമാണ്, സന്തോഷപ്രദമായ ദിവസമാണ്. ഐശ്വര്യപ്രദമായ കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം കൊള്ളാം. ഇന്നൊരു ആഴ്ച ആരംഭമാണ്. നമ്മൾക്ക് എന്ത് ശുഭകാര്യത്തിന് ഇറങ്ങണം, ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യണം. ഇനി നാളത്തേക്ക് മാറ്റിവെക്കുന്ന കാര്യങ്ങൾ വരെ ഇന്ന് ചെയ്ത് തീർക്കാൻ നോക്കണം. കാരണം ഇന്ന് നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ചെയ്യുന്നത് കുറച്ചുകൂടി സക്സസ് ആവും. നാളെ ഇനി അത്ര കണ്ട് വിജയിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരാളിനെ മീറ്റ് ചെയ്യാൻ പോയാൽ നാളെ കാണണമെന്നില്ല. ഇതെല്ലാത്തിനും കൊള്ളാവുന്ന ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാക്സിമം നമ്മൾ വിനിയോഗിക്കണം. അതുപോലെ മകരമാസത്തിലെ വിശാഖ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുന്ന ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. സന്തോഷപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നേട്ട ഫലത്തെ കൊടുക്കുന്ന ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. വളരെ പുരോഗതിക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കണം. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ, വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, വിദേശത്ത് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർ, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, വിദേശ പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒക്കെ കൊള്ളാവുന്ന ഒരു വർഷമാണ്. നിങ്ങൾ ഈ ഒരു വർഷത്തെ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പുരോഗതി വരുന്ന മാത്രമല്ല, നമ്മൾ ഇറങ്ങുന്ന ദൗത്യം വിജയിക്കും. നമുക്കതിൽ സന്തോഷപ്രദമായി തീരുകയും ചെയ്യും. അതിനു വേണ്ടി പ്രയത്നിക്കണം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. കലണ്ടറിൽ 7 മണി മുതൽ 9 മണി വരെ എന്ന കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 8:17 തൊട്ടാണ് രാഹുകാല സമയം തുടങ്ങുന്നത്. 9 മണിക്ക് തീരുവില്ല. 9:44 രാഹുകാലം തീരുവുള്ളൂ. അതുപോലെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവുമായിട്ട് സമയമുണ്ട്. ഗുളികനും യമകണ്ഠനും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 2:06 തൊട്ട് 3:33 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 11:11 തൊട്ട് 12:39 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. എങ്കിൽ പോലും മുഹൂർത്തങ്ങളുടെ രാജാവായ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 12:15 തൊട്ട് 1:03 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമുണ്ട്. ഈ സമയം നമുക്ക് മുഹൂർത്തങ്ങളിൽ ഏറ്റവും ശോഭനമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഈ സമയം നമുക്ക് അത്ര കണ്ട് ഉപയോഗപ്പെടുത്താം. അതേപോലെ മുഹൂർത്തങ്ങളുടെ രാജാവായ മുഹൂർത്തമായ അഭിജിത്ത് മുഹൂർത്തത്തെ എടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ളതോ വെളുത്ത് മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വലിച്ചെടുക്കാനും നമുക്ക് പ്രകാശിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.